ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂസസ് ഓഫ് ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ നമ്മളിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വേണ്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കൂടെ ദ ഉപയോഗിക്കണോ വേണ്ട. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെ അതൊരു സ്കില്ലായിട്ടാണ് വരണമെങ്കിൽ, ഒരു കഴിവ് ആയിട്ടാണെങ്കിൽ അത് വേണം. അപ്പോൾ അത് ബേസിലുള്ള ഒരു എക്സർസൈസാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട്. ഐ ബോട്ട് ഡാഷ് ഗിറ്റാർ യെസ്റ്റർഡേ. സ്കില്ലല്ല, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്നേ ഉള്ളൂ. അപ്പം ഐ ബോട്ട് എ ഗിറ്റാർ യെസ്റ്റർഡേ. ഷീ ഓഫൺ പ്രാക്ടീസസ് വയലിൻ. സ്കില്ലാണ്, അതുകൊണ്ട് പ്രാക്ടീസസ് ദ വയലിൻ. ഷീ ഹാസ് ദ വയലിൻ അറ്റ് ഹോം. She has a violin at home. It's not a skill there. He is learning piano. Our skill is he is learning the piano. He repaired my piano. അതൊന്നും വേണ്ട, കാരണം മൈ ഉള്ളതുകൊണ്ട് യാതൊന്നും വേണ്ട. Keep your keyboard on the table. Keep your keyboard. സ്കില്ലൊന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. Keep your skill. He is playing the keyboard. കാരണം അതൊരു സ്കില്ലാണ്. സ്കിൽ SKILL, കഴിവ്. My sister lost her harmonium piece. അവിടെ സ്കില്ലൊന്നും ഇല്ല, അതുകൊണ്ട് ഉള്ളൊന്നും വേണം. My sister plays the harmonium very often. കാരണം അതൊരു സ്കില്ലാണ്. I heard someone playing the flute. He bought an old flute. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? അതായത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ദ വേണ്ട. മൈ ആൻഡ് അതൊക്കെ വേണം, ദ വേണം. ദ ഉപയോഗിക്കുന്ന എപ്പോഴാണ്? അതൊരു സ്കില്ലാണ്. ഹി പ്ലേസ് ദ പിയാനോ, ഹി ലേൺസ് ദ പിയാനോ, ഹി പ്രാക്ടീസസ് ദ പിയാനോ. അപ്പോൾ അതാ സ്കിൽ അല്ലെങ്കിൽ ആ കഴിവാണ്. അപ്പോൾ അതേപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കണം. ക്ലിയർ ആയി?